ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് 101% ഈ വീഡിയോ ഉപകരിക്കും. എന്താന്ന് വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്തരത്തിലുള്ള വീഡിയോസ് ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ട് വീഡിയോസ് എടുത്താലും വീഡിയോയുടെ മുമ്പിലോട്ട് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോയുടെ ഡോർ എന്ന് പറയുന്ന തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര നല്ല ക്വാളിറ്റി വീഡിയോസ് ഇട്ടാലും അതിൽ വ്യൂസ് വരില്ല. കാരണം എന്താണ്? ക്വാളിറ്റിയുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. ക്വാളിറ്റിയുള്ള തമ്പനെയിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ A to Z കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഉപകാരമുള്ളതാണ്, അതുകൊണ്ട് വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോയിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുത്താലും, ക്വാളിറ്റിയുള്ള ക്യാമറ ഉപയോഗിച്ച് വീഡിയോസ് എടുത്താലും തമ്പനെയിൽ മോശമാണെങ്കിൽ അതിൽ ക്ലിക്ക് വരില്ല. കാരണം എന്താ അറിയോ, നമ്മുടെ വീഡിയോ യൂട്യൂബിന്റെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇതിൽ ഹോം പേജിലൊക്കെ വരുമ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൽ തമ്പനെയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടാണ്. ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ള വാചകവും തമ്പനെയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിലൊക്കെ കണ്ടിട്ടാണ് അവർ ക്ലിക്ക് ചെയ്യുന്നത്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരുത്തേണ്ടത് നമ്മുടെ കഴിവ് തന്നെയാണ്. പക്ഷെ തമ്പനെയിൽ കണ്ട് ക്ലിക്കെങ്കിലും ചെയ്യണ്ടേ? ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടെങ്കിലും ഒരാൾ വരാണ്ടിരുന്നാൽ എങ്ങനെയാണ് യൂട്യൂബ് പിന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുക? അപ്പൊ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഡോർ എന്ന് പറയുന്ന ഈ ഒരു തമ്പനെയിൽ, നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ഡോർ എന്താണ്? തമ്പനെയിലാണ്. ഈ തമ്പനെയിൽ ക്ലിക്ക് ചെയ്താലാണ് അതിന്റെ അകത്തോട്ട്, ആ വീഡിയോയുടെ അകത്തോട്ട് പ്രവേശിക്കുകയുള്ളൂ. ആ പ്രവേശനം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. കാരണം ഇതിൽ ക്ലിക്ക് ബൈറ്റ് അങ്ങനെ മോശപ്പെട്ട അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് തമ്പനെയിൽ കൊടുക്കേണ്ടത്. ഈ കാര്യം ശ്രദ്ധിക്കുക. അതിന് കുറച്ച് ഐഡിയാസിലായിരിക്കണം നമ്മൾ വീഡിയോ ഈ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. വെറുതെ ചുമ്മാ അങ്ങോട്ട് ഞാൻ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ചെറിയ ചെറിയ കോളമായിട്ട് ഫുഡും ചട്ടിയും പാത്രവും, അപ്പുറത്ത് ചൂലെടുത്ത് അടിക്കുന്നു, ഇപ്പുറത്ത് പെരയുന്ന വെള്ളം വീഴുന്നു, ഇങ്ങനെയൊക്കെ ഇട്ടിട്ടൊന്നും കാര്യമില്ല. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ലോജിക് ഉണ്ടായിരിക്കണം. അതിൽ ഒരു വ്യക്തി അത് കണ്ടതും അതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിലെന്തോ ഒരു സസ്പെൻസ് ഉണ്ട്. ആ തമ്പനെയിൽ അതാണ്, ഒരു സസ്പെൻസ് കൊടുക്കണം. നമ്മൾ ഇതൊക്കെ പഠിക്കണം. ഒരു യൂട്യൂബർ ആണെന്നുള്ള ഒരു രീതിക്ക് വരുമ്പോൾ യൂട്യൂബറിന്റെ മെയിൻ ഘടകം എന്താ, മെയിൻ കാര്യം എന്താണെന്ന് അറിയോ? യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തഴക്കവും വഴക്കവും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം പഠിച്ചു വരും. ഇതെല്ലാം പഠിച്ച് പിന്നെ അവരോട് ആരും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ തമ്പനെയിൽ ചെയ്യണം കേട്ടോ ഒന്നും പറയണ്ട. കാരണം എന്താ പറയുക, അപ്പോഴത്തേന് അവരുടെ ഓഡിയൻസിന്റെ മനസ്സറിയും. എങ്ങനെയാണ് എൻ്റെ ഓഡിയൻസിന് തമ്പനെയിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഫോണ്ടുകൾ ഉപയോഗിക്കേണ്ടത്, അക്ഷരങ്ങൾ എത്തരത്തിലാണ് വലിപ്പം കൊടുക്കേണ്ടത്, എത്തരത്തിലാണ് ഞാൻ നിൽക്കേണ്ടത്, ഞാൻ എൻ്റെ ഫോട്ടോയുടെ സൈഡ് എവിടെ വെക്കേണ്ടത്, ഇതെല്ലാം പഠിച്ചിരിക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്തിരിക്കുക. കുറച്ച് ലെങ്ത് ആയിരിക്കും ചിലപ്പോൾ വീഡിയോ, കാരണം ഇതിൽ ടൂൾസും കാര്യങ്ങളും ഉപയോഗിക്കേണ്ട രീതികളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ്. കാരണം ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്ക് തമ്പനെയിൽ മോശം വരാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ വെറുതെ വായിട്ട് ചലച്ചിട്ട് ഞാൻ പോകുന്ന ആളല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും കാര്യം ഉപകാരപ്പെടണം, അവരുടെ ചാനൽ സക്സസ് ആകണം, നിങ്ങളുടെ ചാനൽ സക്സസ് ആകണം. 100% ഉള്ളു തുറന്ന് മനസ്സുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ചാനൽ സക്സസ് ആണ്. അതിന് എന്നെ കൊണ്ട് ആവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഒരുപാട് പേരുടെ വിജയം ഞാൻ കണ്ടുകൊണ്ട്, അതായത് ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടും അവരുടെ ആഡ്സൻസിന്റെ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്ത് അവർക്കൊക്കെ നല്ല രീതിയിൽ ഡോളർ കിട്ടുന്ന, നല്ലൊരു 3-3.5 ലക്ഷം രൂപ വരെ വിഡ്രോൾ ചെയ്യുന്ന എൻ്റെ കൈ കൊണ്ട് ഞാൻ അവർക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പൈസ കിട്ടാഞ്ഞിട്ടല്ല, അത് പൈസ കിട്ടുന്ന ഒരു ഏർപ്പാടായതുകൊണ്ടാണ് അവരുടെയൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കറിയാം യൂട്യൂബിൽ എത്തരത്തിൽ വരുമാനം വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ചാനൽ നല്ല രീതിയിൽ സക്സസ് ആയി വരുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ ചാനലും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ചാനൽ സക്സസ് ആവട്ടെ. അതിനു വേണ്ടി നമ്മൾ കുറച്ച് പ്രയത്നിക്കണം, നമ്മൾ കുറച്ച് അറിവുകൾ നേടണം. വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും ഈ അറിവ് നിങ്ങൾക്ക് ഒരിക്കലും മോശപ്പെടില്ല. കാരണം ഇതെല്ലാം നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഈ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ കാണുന്നതിൽ ഷെയർ ചെയ്യുന്നത്. ഇത് കാണുക വഴി നിങ്ങൾക്ക് ഒരു ലോജിക്, ഐഡിയ പരമായിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി വീഡിയോസ് എടുത്താൽ നിങ്ങളുടെ തീർച്ചയായിട്ടും വ്യൂസും അധികരിക്കും. കാരണം നല്ല ക്വാളിറ്റി വീഡിയോസ് ആണ് എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് ആളുകൾ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ എൻഗേജ്മെന്റ് ആണെങ്കിൽ ആ വീഡിയോ റെക്കമെൻഡേഷൻ പോവും. ഇപ്പോൾ തമ്പനെയിൽ അടിപൊളിയാക്കി വീഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തമ്പനെയിൽ എന്തായാലും അടിപൊളി ആക്കണമല്ലോ, എന്താ വെച്ചാൽ ക്ലിക്ക് കിട്ടണ്ടേ. ഓക്കെ, അപ്പൊ ഞാൻ സമയം കളയില്ല, ഉടനടി കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. ഞാൻ ആദ്യം പ്രൂഫ് കാണിച്ചു തരാം. ഞാനിപ്പോ ഈ ഒരു പിക്സൽ ലെവൽ ഞാൻ എപ്പോഴും ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാറില്ല. ഇങ്ങനെ പിക്സൽ ലാബിൽ അവിടെ കിടന്നിട്ട് പിന്നെ അടുത്ത തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത ഡിലീറ്റ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ റീസെന്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ തമ്പനെയിലായിരിക്കും ഇതിൽ കിടക്കുന്നുണ്ടാകുക. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നുണ്ട്.
ഈ പിക്സൽ ലാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തമ്പനയിലാണ് ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോയുടെ പിറകിലുള്ള വീഡിയോന്റെ തമ്പനയിൽ ഇതാണ് കേട്ടോ. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ചുമ്മാ ഞാനൊരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്, എടുത്ത ഫോട്ടോസ് ആണ് ഇത്. ഞാൻ ഇതിനിട്ടു, തമ്പനയിൽ ഇട്ടു. ഓക്കെ, ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അക്ഷരങ്ങളും യൂട്യൂബിന്റെ ലോഗോ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്രാഫ് കണ്ടോ, ഈ ഒരു ഗ്രാഫ് ഇതെല്ലാം എങ്ങനെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോരോ ക്ലിപ്പുകൾ, ഓരോരോ ഫോട്ടോസുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആ ഒരു ഐഡിയ പ്രകാരം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ വീഡിയോയ്ക്കൊക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ ഈ ഒരു തമ്പനയില് ഇതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ റിസൾട്ട് വളരെ അധികം അടിപൊളിയാണ്. അതാണ് നമ്മൾ ഒരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ലോജിക്കും നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഇതിന് വ്യൂസ് വരിക, എങ്ങനെയാണ് ഇതിന് നോക്കി കാണേണ്ടത് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇതിന് ഈ വീഡിയോയുടെ തമ്പനയിലാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, യൂട്യൂബിന്റെ ന്യൂ അപ്ഡേറ്റ്. ഓക്കെ, ഇതിന്റെ താഴെ 6K വ്യൂസ് വന്നിട്ടുണ്ട്. തമ്പനയിൽ നോക്കൂ 11.3%. ഓക്കെ, ഇതിന്റെ ആരോ കണ്ടോ മുകളിലോട്ടാണ്. തമ്പനയിൽ കണ്ടോ, ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് തമ്പനയിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് തമ്പനയിൽ കണ്ട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തമ്പനയിലിന്റെ റേഷ്യോ കണ്ടോ മുകളിലോട്ടാണ്. ഇതുപോലെ ആയിരിക്കണം തമ്പനയിലിന്റെ റേഷ്യോ. നിങ്ങളുടെയൊക്കെ വീഡിയോയുടെ വൈറ്റ് സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ തമ്പനയിൽ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ റേഷ്യോ മുകളിലോട്ട് അല്ലെങ്കിൽ റേഷ്യോ ഒരു ടിക്ക് മാർക്ക് പോലും ഇല്ലെങ്കിൽ തമ്പനയിൽ ഉടനെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് അതും ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ തമ്പനയിൽ കൊടുക്കാൻ പറ്റും. അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരിക്കൽ തമ്പനയിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഇതിന്റെ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോക്കിയോ, ഇവിടെ കണ്ടോ ഈ ഒരു പെൻസിൽ ചിഹ്നം ഇവിടെ കണ്ടോ, പെൻസിലിന്റെ എഡിറ്റ് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ചേഞ്ച് തമ്പനയിൽ. ഈ ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തമ്പനയിൽ ഉണ്ടല്ലോ അത് ഇവിടെ പോസ്റ്റ് ചെയ്ത ശേഷം സേവ് എന്നുള്ള ഇവിടെ ഓപ്ഷൻ വരും, സേവ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. വേറെ ടെൻഷനൊന്നും ആവണ്ട, തമ്പനയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതലുണ്ടെങ്കിൽ ആ തമ്പനയിൽ തന്നെ വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു തമ്പനയിലൊക്കെ ക്ലിക്ക് ത്രൂ റേറ്റ് വരണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ പിക്സൽ ലാബാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ പിക്സൽ ലാബിലാണ് ഞാൻ എല്ലാ തമ്പനയിലും എഡിറ്റ് ചെയ്യാറുള്ളത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പിക്സൽ ലാബ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ ആണ്, ഒരു പൈസയും ചെലവില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിക്ക് ആവശ്യം വന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രോം ബ്രൗസറിൽ പോയിട്ട്, ഇപ്പോ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസിന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രദർ നമ്മളോട് ചാറ്റ് ചെയ്യാറുള്ളതാണ്. അതൊരു ഐഡിയ ആണ്. ആ ഒരു ഐഡിയ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇപ്പോ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് അദ്ദേഹം വോയിസ് ഓവറാ പറയുന്നത്. അദ്ദേഹം വീഡിയോയിൽ ഫേസ് കാണിച്ചിട്ടില്ല, വോയിസ് ഓവർ വീഡിയോ ആണ്. പക്ഷെ ഈ ഇന്റർവ്യൂ ഈ മറ്റുള്ള അനന്തര സിനിമാ നടന്മാരുടെയോ അല്ലെങ്കിൽ സീരിയൽ നടിമാരുടെയോ ഒക്കെ ആയിരിക്കാം. അവരുടെ രണ്ടുപേരുടെ ഫോട്ടോ അപ്പുറവും ഇപ്പുറവും തിരിച്ചു വെച്ചിട്ട് ഇടയിൽ മൈക്കുകൾ കൊടുത്തിരിക്കുക. ഇടയിൽ ഇത്തരത്തിൽ മൈക്കുകൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടാളുടെ ഇന്റർവ്യൂ ആണെന്നാണ് ആരും മനസ്സിലാക്കുകയുള്ളൂ. ഓക്കെ, സംഭവം ഇന്റർവ്യൂ അല്ല. അതെങ്ങനെ അറിയോ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ന്യൂസ് മൈക്ക് എന്ന് ഞാൻ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്യണം കേട്ടോ, ന്യൂസ് മൈക്ക്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ മൈക്കുകളൊക്കെ വരും. ഇവിടെ ഇമേജസ് പോവുക. നിങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, അതായത് നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾ ക്രോം ബ്രൗസർ സെർച്ച് ചെയ്താൽ മതി. ഇത്തിരി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മൈക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ന്യൂസ് മൈക്ക്, ഒരു ഗ്രൂപ്പ് മൈക്കാണ് വേണ്ടത്. അത് ഇവിടെയുണ്ട് കണ്ടോ, ഈ ഒരു ഗ്രൂപ്പ് മൈക്ക്. ഈ ഗ്രൂപ്പ് മൈക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ തന്നെ വല്ല വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുക കേട്ടോ. വാട്ടർമാർക്ക് ഉള്ളത് എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് മൈക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ചുമ്മാ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു ഐഡിയാസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ലോഡ് ആകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു മൈക്ക് കണ്ടോ, ഇവിടെ വാട്ടർമാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ വാട്ടർമാർക്ക് ഇല്ല തോന്നുന്നു. ഓക്കെ, വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡൗൺലോഡ് ഇമേജ് കണ്ടോ, ഡൗൺലോഡ് ഇമേജ്, ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പ്ലസ് ഐക്കണിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യണേ. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബി ജി. ഓക്കെ, റിമൂവ് ബി ജി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് റിമൂവ് ബി ജി ബാക്ക്ഗ്രൗണ്ടിന്റെ. ഓക്കെ, റിമൂവ് ബി ജി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇത്തരത്തിൽ വരും. ഇവിടെ അപ്ലോഡ് ഇമേജ്, നമ്മൾ ആ ഒരു ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഉണ്ടല്ലോ അതിന് നേരെ ഇതിലോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ ഫോട്ടോസ് ഇത്തരത്തിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് ഓക്കെ വന്നിട്ടുണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഇത്തരത്തിൽ മൈക്ക് മാത്രമായി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ ഇത്തരത്തിൽ പിക്സൽ ലാബിലേക്ക് പോവുക. ഇപ്പൊ പിക്സൽ ലാബിൽ പോയ ശേഷം ഇപ്പൊ ഞാൻ ഇതൊക്കെ കളയാണ് കേട്ടോ. ഇതൊക്കെ കളഞ്ഞ ശേഷം ഈ ഗ്രാഫൊക്കെ അത്തരത്തിൽ എടുത്തതാണ്. ഓക്കെ, ഗ്രാഫും ഇതൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഫ്രം ഗാലറി എന്നുള്ളതിൽ പോകുക. എന്നതിന് ശേഷം ഈ ഡൗൺലോഡ് ചെയ്ത മൈക്ക്
ഇത് കണ്ടോ, ഈ ഡൗൺലോഡ് ചെയ്ത മൈക്ക് ഇത്തരത്തിൽ എടുക്കുക, സെലക്ട് കൊടുക്കുക. നോക്കൂ, ഇപ്പൊ നോക്കൂ, ഈ മൈക്കിന്റെ ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കണ പോലെ ഈ മൈക്കുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നു അറിയാം, ഇന്റർവ്യൂവിന് ഇരിക്കണ പോലെ. ഈ മൈക്കിന് തന്നെ നമുക്ക് ഇപ്പോൾ ഇത് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക, ഫ്രം ഗാലറി പോവുക, ഈ മൈക്ക് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ കണ്ടോ, ഇവിടെ നോക്കൂ, ഈ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാനുള്ളുണ്ട്, റൊട്ടേഷൻ ഉണ്ട്. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏതാണ് ഓപ്ഷൻസ് കറക്റ്റ് ആക്കുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മൈക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇത്തരത്തിൽ ഏത് മൈക്കാണോ, ഈ മൈക്ക് ഇപ്പൊ തിരിഞ്ഞിട്ട് നിൽക്കുന്നത് ഇങ്ങോട്ടാണ്, ഈ മൈക്കിനെ നമുക്ക് അങ്ങോട്ട് കിട്ടുന്ന പോലെയുള്ള മൈക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ പർപ്പസ് പോലെ ഇത്തരത്തിൽ തമ്പനിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലൊക്കെ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോട്ടോ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഇമേജുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഫോണ്ടാണ്. ഫോണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, വൈറ്റ്, അതിന്റെ ബോർഡർ വന്നിട്ട് ബ്ലാക്ക്, പിന്നെ അതുപോലെ തന്നെ റെഡ്, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബാനർ വന്നിട്ട് റെഡ്. ഓക്കെ, ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതില് യെല്ലോ കളർ നല്ല അടിപൊളി കളറാണ് യെല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഇപ്പൊ ഇതിപ്പോ ന്യൂ യൂട്യൂബ് അത് വന്നതാണ്, വേറെ ഒരു ടെസ്റ്റ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ. ഈ ഇത്തരത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം ഫോണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഞാനൊരു ഫോണ്ട് വലിയൊരു ഫോണ്ടിന്റെ ഒരു മെത്തേഡ് എടുക്കണം. ഇവിടെ വൈറ്റ് ആണ് കേട്ടോ കളർ. എന്നതിന് ശേഷം കളർ എടുക്കുക. കളർ എടുത്ത ശേഷം ഇവിടെ ഞാനിപ്പോൾ യെല്ലോ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കണ്ടോ യെല്ലോ കളർ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം. യെല്ലോ കളർ എടുത്താൽ ഇവിടെ കളർ അങ്ങനെ അട്രാക്ഷൻ ആകുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വേണ്ട സ്ട്രോക്ക് എടുക്കുക. സ്ട്രോക്ക് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം എനേബിൾ കൊടുക്കുക. ഇവിടെ ബ്ലാക്ക് വന്നിട്ടുണ്ട്, ഈ ബ്ലാക്കിനെ ഒന്ന് സ്ട്രോക്ക് കൂട്ടുക. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയ ശേഷം ഇവിടെ നമുക്കൊന്ന് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ കണ്ടോ നല്ല രീതിയിൽ ഇവിടെ എന്തായി അട്രാക്റ്റീവ് ആയി. ഇത്തരത്തിൽ കളർ കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്ന തമ്പനയിൽ കളർ അടിപൊളിയായിരിക്കണം. ഓക്കെ, ഇതെല്ലാം ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുക. ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ആ ഒരു തമ്പനയിൽ നിങ്ങൾക്ക് തോന്നും അടിപൊളിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ വേണ്ടതെല്ലാം ഇമോജികളൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം ആയ ശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സേവ് ആസ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു തമ്പനിയിൽ സേവ് ആവുന്നതായിരിക്കും. എന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്രോം ബ്രൗസറിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ തന്നെ തമ്പനിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോയ്ക്ക്. ഓക്കെ, ഇത് എന്തിനാണ് അട്രാക്റ്റീവ് ആയി വെക്കുന്നത്, ഒരുപാട് പേരുടെ ക്ലിക്ക് കിട്ടാൻ. ഒരുപാട് പേര് ചിലവരൊക്കെ പറയും നിങ്ങൾ ഭയങ്കര ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കണം തമ്പനിയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവാണ്. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ വീഡിയോസ് നമ്മുടെ വ്യൂവേഴ്സിനായിട്ടുള്ളവർക്ക് കൊടുക്കുന്നത് ആ വീഡിയോയ്ക്ക് വ്യൂസ് വരാൻ വേണ്ടിയിട്ടാണ്, വ്യൂവേഴ്സ് നമ്മുടെ ചാനലിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. അത് മുഖാന്തരമാണ് യൂട്യൂബ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ ചാനൽ അറിയാത്തവരുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പനിയിൽ കണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരു കൂട്ടത്തോടു കൂടി വന്നാലാണ് നമ്മുടെ വീഡിയോ യൂട്യൂബ് വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണല്ലോ ഇപ്പൊ നമുക്ക് 1 ലക്ഷം സബ്ബായി, അതിനുശേഷം ഇനിയും സബ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്, അറിയാത്ത ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ എത്തിപ്പെടുന്നുണ്ട്. നമുക്ക് എത്ര സബ് കയറുന്നുണ്ടോ ഇതെല്ലാം അറിയാത്ത ആളുകളുടെ മുന്നിലേക്ക് വീഡിയോസ് എത്തിപ്പെടുന്നതുകൊണ്ടാണ് അവർ സബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു അംഗമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഇതൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തരുടെ മുന്നിലേക്ക്. ഇതുപോലെ നിങ്ങളുടെ വീഡിയോയും ഒരുപാട് അറിയാത്ത ആളുകളുണ്ട്, ഒരുപാട് പേര് ഇനിയും നിങ്ങളുടെ ചാനലിലേക്ക് വരാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ കമ്പനിയിൽ അട്രാക്റ്റീവ് ആക്കുക. ടൈറ്റിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അതിന് അനുയോജ്യമായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ട് അതിൽ ക്ലിക്ക് വരുന്ന പോലെ. ഓക്കെ, വെറുതെ ചുമ്മാ ഞാൻ പാലക്കാട് കോട്ട മൈതാനം കാണാൻ പോയി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പാലക്കാട് കോട്ട മൈതാനം ഉണ്ട്, ആ ടിപ്പു സുൽത്താൻ കോട്ട മൈതാനം അടിപൊളിയാണ്, ഇത്രയേ അറിയുള്ളൂ. ആ സമയത്ത് പാലക്കാട് കോട്ട മൈതാനത്തിൽ പോയപ്പോൾ ഞാൻ കണ്ട അത്ഭുതം, ഇത് എഴുതുന്ന എന്താണ്, നമ്മൾ ചിലപ്പോൾ അവിടെ ആദ്യമായിട്ടായിരിക്കും പോയിരിക്കുക. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഫീലിങ്സ് ആണ്, എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. വീഡിയോയിൽ നമ്മൾ അത് പറയുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ്. കമ്പനിയിൽ നമ്മൾ അത് കൊടുക്കുമ്പോൾ ഇതെന്താ അവിടെ സംഭവിച്ച അത്ഭുതം, ഞാൻ മുമ്പ് പോയതാണല്ലോ, ഇപ്പൊ ഇനി പുതുതായിട്ട് അവിടെ വല്ല പാർക്കോ എന്തെങ്കിലുമൊക്കെ വന്നോ, വല്ല മുതലയൊക്കെ ഇട്ടിട്ടുണ്ടാകും ആ തടാകത്തിൽ. ഇങ്ങനെ പല മനസ്സിൽ ഓരോരോ ആശയങ്ങൾ ആളുകളുടെ തമ്പനിയിൽ കാണുമ്പോൾ ഉടലെടുക്കും. അപ്പൊ ആ തമ്പനിയിൽ ക്ലിക്ക് കിട്ടും. ആ ക്ലിക്ക് കിട്ടുക എന്നുള്ളതാണ് ആ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്ററിന്റെ കഴിവ്. ആ ഒരു യൂട്യൂബറിന്റെ കഴിവാണത്. ആളുകൾ പലതും പറഞ്ഞോട്ടെ, പലരും പറയും ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കുന്നത് അങ്ങനെ എങ്ങനെയാണ്. ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കുക പറഞ്ഞാൽ ഒരു പരിധി വരെ ശ്രദ്ധിക്കണം, മോശമായിട്ടുള്ള ക്ലിക്ക് ബൈറ്റുകൾ ഉപയോഗിക്കരുത്. ഞാൻ അതിന് എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ
നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെയുള്ള ലോജിക്കൊക്കെ ഉപയോഗിക്കാം. അതെല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് വരണം. നമ്മൾ കഷ്ടപ്പെട്ട് വേർത്തൊലിച്ച് ഇപ്പൊ ഈ റൂമിന്റെ ഉള്ളിലാണെങ്കിൽ ഫാൻ ഇടാണ്ട് നമ്മൾ വേർത്തൊലിച്ചിട്ട് ഇടുന്നത് എന്തിനാണ്? ഈ കണ്ടന്റ്, ഈ വീഡിയോസ് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുന്നത് എന്തിനാണ്? ഈ വീഡിയോയ്ക്ക് വ്യൂസ് വരണം, ഈ വീഡിയോയുടെ പ്രയോജനം നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തൊണ്ട കീറി നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എന്തിനാണ് ഈ പറയുന്നത്? നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ അംഗങ്ങളുടെ ചാനൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഐഡിയാസ് ഒക്കെ അവരുടെ ചാനലിന്റെ ഇത്തരത്തിൽ തമ്പനിയിലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ടൂൾസുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആൻസർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെതായിട്ടുള്ള ടൈമിൽ തീർച്ചയായിട്ടും ആൻസർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിലേയും കാട്ടി കൂടുതൽ ഇനിയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഇപ്പോൾ ഏകദേശം ഫോണ്ടിന്റെയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫോട്ടോസ് വെക്കേണ്ടത് എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. വളരെ അടിപൊളി, ഫ്രീ ആയിട്ട്, ഒരു കോസ്റ്റും പൈസ ചെലവില്ല. നിങ്ങളുടെ മൈൻഡ് മാത്രം കുറച്ച് ഉപയോഗിച്ചാൽ മതി. നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി അട്രാക്റ്റീവ് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ വീണ്ടും നിങ്ങൾക്ക് തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.